പറവൂരിലെ കോൺവെന്റിൽ സന്യസ്ത വിദ്യാർത്ഥിനിയെ തീ കൊളുത്തി കൊല്ലാൻ ശ്രമിച്ച കേസിൽ അന്വേഷണം വഴിത്തിരിവിലേക്ക്. ആലുവ ഡിവൈഎസ്പി വി.കെ. സനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തിന് കൂടുതൽ തെളിവുകൾ ലഭിച്ചു. സന്യാസിനിയാകാൻ പഠിക്കുന്ന വിദ്യാർത്ഥിനിയെ ചുട്ടുകൊല്ലാൻ ശ്രമിച്ച കേസിൽ സഹപാഠി അറസ്റ്റിൽ. കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഞായറാഴ്ച അവിശ്വസനീയമായ ആ ദുരന്ത വാർത്ത പുറത്തുവന്നത്. പറവൂർ സെന്റ് ആൻസ് കോൺവെന്റിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 1 മണിയോടെ നടന്ന സംഭവം പുറം ലോകമറിഞ്ഞത് ഞായറാഴ്ചയാണ്. ചെല്ലാനം കടവുങ്കൽ വർഗീസിന്റെ മകൾ ഡെൽഫി എന്ന 24-കാരി 40% പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിൽ പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിയിൽ ചികിത്സയിലാണിപ്പോൾ. ഡെൽഫിയെ മണ്ണെണ്ണയൊഴിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ സഹപാഠിയായ ആർത്തുങ്കൽ വലിയ വീട്ടിൽ റേച്ചൽ എന്ന 21-കാരി ഇപ്പോൾ കാക്കനാട് വനിതാ സബ് ജയിലിലും. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരിയുമായുള്ള അടുപ്പമാണ് ഡെൽഫിയെ റേച്ചലിന് ശത്രുവാക്കിയത്. ജൂനിയറായി മഠത്തിലെത്തിയ വിദ്യാർത്ഥിനി ഇവരോടൊപ്പമാണ് താമസിച്ചിരുന്നത്. റേച്ചലിന് ഈ കുട്ടിയോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു. എന്നാൽ ഈ കുട്ടി ഡെൽഫിയോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും റേച്ചലിനെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. ഇതിനിടയിൽ പ്രവൃത്തിപരിചയം നേടുന്നതിനായി ഈ കുട്ടിയോടൊപ്പം ഡെൽഫിയെ ആന്ധ്രയിലേക്ക് അയക്കാൻ മഠാധികാരികൾ തീരുമാനിക്കുകയായിരുന്നു. തിങ്കളാഴ്ച യാത്രയാകാനുള്ള നിർദ്ദേശവും നൽകിയിരുന്നതാണ്. ഇതറിഞ്ഞ റേച്ചൽ ആസൂത്രണം ചെയ്ത പദ്ധതിയായിരുന്നു കൊലപാതകം. രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം റേച്ചൽ ഡെൽഫിയുടെ ദേഹത്തും കിടക്കയിലും കട്ടിലിലും മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. അതിനുശേഷം ഒന്നുമറിയാതെ സ്വന്തം കട്ടിലിൽ കയറി കിടക്കുകയും ചെയ്തു. സംഭവത്തിൽ ആദ്യം ദുരൂഹതയൊന്നും തോന്നിയിരുന്നില്ല. തീയണക്കാനും ഡെൽഫിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാനും റേച്ചലും സജീവമായി രംഗത്തുണ്ടായിരുന്നു. സംഭവം പുറം ലോകമറിയാതിരിക്കാൻ മഠാധികാരികളും ശ്രമിച്ചു. എന്നാൽ സംഭവത്തിൽ അസ്വാഭാവികത തോന്നിയ ആലുവ ഡിവൈഎസ്പി വി.കെ. സനിൽകുമാറിന്റെ അന്വേഷണ ബുദ്ധിയാണ് കേസിൽ വഴിത്തിരിവായത്. മഠത്തിലെ 7 കന്യാസ്ത്രീകളെയും ഡെൽഫിയോടൊപ്പം പഠിച്ചിരുന്ന 5 പേരെയും പോലീസ് വിശദമായി ചോദ്യം ചെയ്തു. ഇതിൽ അടുത്ത കൂട്ടുകാരിയായ റേച്ചലിന്റെ പരസ്പര വിരുദ്ധമായ മൊഴികൾ ശ്രദ്ധിച്ച ഡിവൈഎസ്പി വീണ്ടും നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പ്രതി കുറ്റം സമ്മതിച്ചത്. എല്ലാവരും ഈ വലിയ വിദ്യാർത്ഥിനികളെല്ലാവരും ഒരുമിച്ച് കിടന്ന് ഉറങ്ങുന്ന ഹാൾ മുറിയിൽ വെച്ചാണ് ഈ സംഭവം നടന്നതെന്ന് മനസ്സിലായി. അപ്പോൾ 3 കാര്യങ്ങളാണ് പോലീസിൻ്റെ ശ്രദ്ധയിൽ മെയിനായിട്ട് അന്വേഷണത്തിന് മുമ്പാകെ വന്നത്. ഒന്ന്, പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഡെൽഫി എന്ന കുട്ടി സ്വയം ആത്മഹത്യക്ക് ശ്രമിക്കണം, അല്ലെങ്കിൽ കൂടെയുള്ള വിദ്യാർത്ഥിനികളെ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 2 കാര്യങ്ങളും പുറത്തുനിന്ന് അവിടെ വന്നിങ്ങനെ ഒരു കൃത്യം നടത്തുവാനുള്ള യാതൊരു സാഹചര്യവുമില്ല. വളരെ ബന്ധോബസ്ത് ഉള്ള ഒരു കോൺവെൻറ്റ് കെട്ടിടമാണ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് ഡെൽഫിയെ ചോദ്യം ചെയ്തപ്പോൾ രാത്രി പെട്ടെന്ന് അദ്ദേഹത്തിന് വസ്ത്രത്തിന് തീ പിടിച്ച് ഞാൻ ഞെട്ടി എണിക്കുകയായിരുന്നു, ചാടി അലറി വിളിച്ചുകൊണ്ട് എണിക്കുകയെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ആസ്പെക്റ്റും നമ്മൾ ഒഴിവാക്കി. പിന്നെ ഉള്ളത് ഇൻമേറ്റ്സാണ്. ആ ഇൻമേറ്റ്സിനെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് 6 പേരാണ് നമ്മൾ മുമ്പാകെ ഉണ്ടായിരുന്നത്. ആ 6 പേരിൽ ഈ റേച്ചൽ എന്ന വിദ്യാർത്ഥിനിയിലേക്ക് നമുക്കെത്താൻ സഹായകമായത് അവിടുത്തെ ഒരു സിസ്റ്ററിൻ്റെ ഒരു മൊഴിയും, കൂടാതെ അന്നേ ദിവസം അടുക്കളയിലെ വർക്കിനായിട്ട് നിയോഗിക്കപ്പെട്ടതായി റേച്ചലായിരുന്നു. ആ വർക്കിനിടയിൽ അവിടെ സ്റ്റോർ റൂമിൽ വെച്ചിരുന്ന മണ്ണെണ്ണയും അതുപോലെ തീപ്പെട്ടിയും മറ്റാരും കാണാതെ മുകളിലെ ഹാൾ മുറിയിൽ കൊണ്ട് ഒളിച്ചു വയ്ക്കുകയും രാത്രി എല്ലാവരും ഉറങ്ങിയതിനു ശേഷം ഡെൽഫിയുടെ ബെഡിലും ഇതുപോലെ വസ്ത്രത്തിലും ഒളിച്ചതിനു ശേഷം തീപ്പെട്ടി ഉരച്ച് തീ കൊടുക്കുകയുമാണ് ഉണ്ടായത്. കുറ്റസമ്മതത്തിന് പുറമെ സാഹചര്യ തെളിവുകളും റേച്ചലിന് എതിരായിരുന്നു. പോലീസ് സയന്റിഫിക് വിഭാഗം കിടക്കവിരി, തലയിണ, മണ്ണെണ്ണ സൂക്ഷിച്ച കുപ്പി എന്നിവ പരിശോധിച്ച് തെളിവുകൾ സ്ഥിരീകരിക്കുകയും ചെയ്തു. ഒരുപക്ഷെ മറ്റൊരു അഭയക്കേസ് പോലെ കേരളം കത്തിക്കാളുമായിരുന്ന സംഭവമാണ് പോലീസിന്റെ അന്വേഷണ മികവുകൊണ്ട് ഇവിടെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു കൂട്ടുകാരിക്ക് വേണ്ടി മറ്റൊരു കൂട്ടുകാരിയെ കൊന്നു പകപോക്കുവാൻ ഒരു സന്യസ്ത വിദ്യാർത്ഥിനി നടത്തിയ കൊടും ക്രൂരതയുടെ കഥ കേട്ട് കേരളം ഞെട്ടിയിരിക്കുകയാണ്. ഏതായിരുന്നാലും കൂടുതൽ വിവാദങ്ങൾക്ക് വിട്ടുകൊടുക്കാതെ യഥാർത്ഥ പ്രതിയെ കയ്യോടെ പിടികൂടിയ ആലുവ ഡിവൈഎസ്പി വി.കെ. സനിൽകുമാറിനെയും അന്വേഷണ സംഘത്തെയും പ്രത്യേകം അഭിനന്ദിച്ചേ മതിയാവൂ. ചാനൽ ഡി ന്യൂസ് ഡെസ്കിൽ നിന്നും റിയാസ് കുട്ടമശ്ശേരി.